അല്ലല്ല, കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതേയില്ല. ജ്യോതി, 2 ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ലാതെ പിന്നെ തീർച്ചയായും അത് സംഭവിക്കും. പുതിയതായി മാറ്റുന്ന പ്രാർത്ഥനയാണ് തനിച്ചുള്ള പ്രാർത്ഥന. നമ്മൾ സ്വയം നമ്മുടെ പാപ ജീവിതത്തെ കഴുകി നമ്മെ പരിശുദ്ധമാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ തനിച്ചുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. തനിച്ചുള്ള പ്രാർത്ഥന എന്ന തലക്കെട്ടിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കാണാൻ പോകുന്നത്. ഒരു രാജ്യത്തിന്റെ നന്മയ്ക്കും ഒരു സഭയുടെ വളർച്ചയ്ക്കും കൂട്ടപ്രാർത്ഥന എത്ര പ്രധാനമാണോ അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയ്ക്കും നന്മയ്ക്കും തനിച്ചുള്ള പ്രാർത്ഥനയും പ്രധാനമാണ്. ദൈവത്തിന് നമ്മോടുള്ള പ്രത്യേക സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ച് ആ ബോധത്തോടുകൂടി ദൈവത്തോട് നമുക്കുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് ഈ തനിച്ചുള്ള പ്രാർത്ഥന. തനിച്ചുള്ള ഈ പ്രാർത്ഥന നമ്മളെ പരിശുദ്ധമാക്കും. തനിച്ചുള്ള ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. തനിച്ചുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് നമ്മോട് തന്റെ ദുഃഖം പങ്കുവെക്കാനുള്ള ഒരു വഴി. തനിച്ചുള്ള ഈ പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഒരാളുടെ ജീവിതത്തിൽ തനിച്ചുള്ള ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തനിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ചേച്ചി, സെമിസ്റ്റർ ഫീസ് എപ്പോഴാ മോളെ അടയ്ക്കണ്ടേ? ഇനിയും 2 ആഴ്ച സമയമുണ്ടമ്മേ. ഈയിടെയായിട്ട് നിനക്ക് പഠിത്തത്തിൽ തീരെ ശ്രദ്ധയില്ലടാ. അങ്ങനെയൊന്നും ഇല്ലമ്മേ. എല്ലാം എനിക്കറിയാം, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് പകരം ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എപ്പം നോക്കിയാലും കടയെന്നും പറഞ്ഞോണ്ട് നടക്കുമല്ലേ. ജ്യോതി, അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ എനിക്ക് ഇങ്ങനെ ഒരു നല്ല കുടുംബം കിട്ടുമായിരുന്നോ? എന്താ ഇത്, വരുന്ന കാര്യം പറഞ്ഞേ ഇല്ലല്ലോ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? വെറുതെ ഒരു സർപ്രൈസ് ആവട്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങനെ വന്നത്. സുഖം തന്നെയല്ലേ? പോയ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നോ? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കാതെ ഞങ്ങൾക്ക് എന്താ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വാങ്ങിക്കാതെ ഞാൻ വരുമോ? ഒരു മിനിറ്റ്. എടി, ഒന്നും മിണ്ടാതിരിക്കേ. അതെ, ഞാൻ പോയി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. ആദ്യം നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, പിന്നെ സംസാരിക്കാം. ശരി മോളെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എത്ര നാളായി അല്ലേ ഇങ്ങനെ നിന്റെ കൂടെ കടയിലൊക്കെ വന്നിട്ട്? അതിരിക്കട്ടെ ജ്യോതി, വീടിന്റെ പ്രശ്നമൊക്കെ എങ്ങനെയുണ്ട്? അത് മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെ. പിന്നെ ഒരു ദിവസം ഹൗസ് ഓണർ വന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. വീട് ഒഴിഞ്ഞു തരുമൊന്നും വേണ്ട, നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോന്ന് പറഞ്ഞു. എന്നാലും ജ്യോതി, നമുക്ക് വേറെ വല്ല വീടും നോക്കാം. വീണ്ടും വീട് ഒഴിയാൻ അയാൾ പറയില്ലെന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? അതും ശരി തന്നെയാ. എന്തുപറ്റി? ഇത്തവണ കുറെ ദിവസം അവിടെ താമസിക്കേണ്ടി വന്നോ? ഞാൻ എന്ത് ചെയ്യാനാ, കടയുടെ ഓണർ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുറന്നിരിക്കുക. അതും ഡെവലപ്പ് ചെയ്യണ്ടേ. നല്ലൊരു വിശ്വാസമുള്ള ആൾ കിട്ടുന്നത് വരെ അവിടെ ഇവിടെയായിട്ട് എനിക്ക് ജോലി ചെയ്യേണ്ടി വരും.
അത് മാത്രമല്ല, ഇതിന്റെ എല്ലാ വശങ്ങളും ഞാനും മനസ്സിലാക്കിയാലല്ലേ ഭാവിയിൽ നമുക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആരംഭിക്കാൻ പറ്റൂ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? അതൊക്കെ ശരി തന്നെ. എങ്കിലും ദൈവഹിതം അനുസരിച്ച് എല്ലാം നടക്കുകയുള്ളൂ. ജ്യോതി, ആ ഞാൻ പുറപ്പെടുക, സമയമായി. അതെ, തനിച്ചുള്ള പ്രാർത്ഥന നടത്തിയോ? സമയമായി, നാളെ നോക്കാം. നിങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നപ്പോ തൊട്ട് നിങ്ങളുടെ പെരുമാറ്റത്തിലൊരു മാറ്റമുണ്ട്. അവിടെയും ഇതുപോലെ പ്രാർത്ഥിക്കാതെ ഇരിക്കുകയായിരുന്നോ? അങ്ങനെ ഒന്നുമില്ല. അല്ലല്ല, കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ തനിച്ചുള്ള പ്രാർത്ഥന നടത്തുന്നേയില്ല. ജ്യോതി, 2 ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ അല്ലാതെ തീർച്ചയായും അത് സംഭവിക്കും. നിന്നോട് സംസാരിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. വൈകിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ. ബൈ ഡാ. ബൈ മോളെ. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇതത്ര നന്നല്ല കേട്ടോ. ശരി ജ്യോതി, ഞാൻ നാളെ മുതല് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാം. മതിയോ? ഒന്ന് ചിരിക്കുന്നേ. ശരി, ഭക്ഷണം കഴിക്കേ. ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്ര പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ആ കുടുംബത്തിലുള്ളവരുടെ തനിച്ചുള്ള പ്രാർത്ഥനയും. എന്തോ സൺഡേ ചർച്ചിൽ പോകുന്നതുകൊണ്ട് മാത്രം എല്ലാം നടക്കണമെന്നില്ല. ഇന്ന് പലരും അങ്ങനെയാ ചിന്തിക്കുന്നത്. ചർച്ചിലേക്ക് പോയാൽ മതി, മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി എന്നാ അവരുടെ വിചാരം. അവർക്ക് തനിച്ചുള്ള പ്രാർത്ഥനയുടെ നന്മയെക്കുറിച്ച് അറിയില്ല. തനിച്ചുള്ള പ്രാർത്ഥന രാവിലെ നടത്തിയില്ലെങ്കിൽ അന്നത്തെ ദൈവാധീനം അവർ നഷ്ടപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞിട്ടില്ലേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന്. പിശാചു കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളിൽ അവന്റെ ആ വലയിൽ നമ്മൾ വീഴരുതെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സുരക്ഷ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് നഷ്ടമാകും. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പോലും ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ പാടില്ല. നീ പറയുന്നത് 100% ശരിയാ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. അയ്യോ, ഞാൻ നിങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാ. ഹേയ്, ഞാൻ തെറ്റിദ്ധരിച്ചതൊന്നുമില്ല. എന്റെ തെറ്റ് നിന്നിൽ കൂടി കർത്താവ് കാണിച്ചു തന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങളും ഒരു ദിവസം പോലും ഇനി പ്രാർത്ഥിക്കാതിരിക്കില്ലമ്മേ. ജ്യോതി, ഞാൻ പുറപ്പെടുക. അതെ, ഞാൻ ഇന്നലെ അത്രത്തോളം പറഞ്ഞിട്ടും ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചതേ ഇല്ലല്ലോ. ഒന്ന് വിടുന്നുണ്ടോ? നാളെ രാവിലെ ഞാൻ പ്രെയർ ചെയ്യാം. ഇത് തന്നെയല്ലേ നിങ്ങൾ ഇന്നലെയും പറഞ്ഞത്? എന്താ ജ്യോതി, ഞാൻ തെറ്റ് ചെയ്യുകയാണെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ലല്ല, വിപരീതമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ വെറുതെ തെറ്റായിട്ട് എടുക്കാതിരുന്നാ മതി. ഒന്നും തെറ്റായിട്ട് നടക്കില്ല. ശരി, ഞാൻ പോവാ. അമ്മേ, അയ്യോ, എന്താ ഇത്? എന്തു പറ്റി? എന്താ സംഭവിച്ചത്? പേടിക്കാതെ. ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു കാറുകാരൻ തട്ടിയതാ. എന്തായാലും ഭാഗ്യത്തിന് വലിയ അപകടം സംഭവിച്ചില്ല. ശരി, അച്ഛനെ പതുക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. സൂക്ഷിച്ച്, പതുക്കെ സൂക്ഷിച്ച്. ഒന്ന് സൂക്ഷിച്ചു പോയിക്കൂടെ നിങ്ങൾക്ക്? ഇരിക്കെ, പതുക്കെ ഇരിക്കെ. മെല്ലെ സൂക്ഷിച്ച്. കൈ എടുക്കട്ടെ. എന്താ ഇത്? നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ചു പോയിക്കൂടെ? സൂക്ഷിച്ചൊക്കെയാ ഞാൻ പോയത്.
വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അപ്പാ? ഇല്ല. തെറ്റെന്റേതാ ജ്യോതി. ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചതാണോ? പ്രാർത്ഥന ചെയ്യാതെ പോയി. അമ്മേ! നീ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞു പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ പരീക്ഷണം ആപത്തിൽ അവസാനിക്കുമെന്നും പറഞ്ഞു. ഞാൻ അതൊന്നും കേട്ടില്ല. ചില ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവത്തിൽ കൂടിയേ മനസ്സിലാവൂ. രണ്ടാമത് പറഞ്ഞതാ ഞാൻ. കർത്താവ് ഇന്ന് എനിക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. ജ്യോതി, ഇനി ഞാൻ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. ജ്യോതി, ഞാൻ പറയുന്നത് സത്യമാ. എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്ക. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായിരുന്നോ? ഇപ്പോൾ സഹോദരി വസന്തി പോൾ അവர்கள் കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതാണ്. ശ്രദ്ധയോടെ കർത്താവിന്റെ വാക്കുകൾ കേട്ട് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കൂ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിലൂടെ കർത്താവ് ഓരോ ആഴ്ചയും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു. അനേകം പേർ കത്തുകൾ എഴുതുന്നുണ്ട്, ഇമെയിൽ അയക്കുന്നുണ്ട്, നേരിൽ കാണുമ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ഇതിലൂടെ പഠിച്ചു. കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ സത്യത്തിൽ ഈ പരിപാടി നടത്താൻ കൽപ്പിച്ച കർത്താവിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. കർത്താവിന്റെ കൃപയിലൂടെ ഇന്നുവരെ കർത്താവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ തനിച്ചുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ഈ കാലത്ത് നമ്മൾ പലപ്പോഴും കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട്, കുറെ പേർ ഒത്തുചേർന്ന് രാജ്യത്തിനായും മറ്റു പലതിനായും പ്രാർത്ഥിക്കാറുണ്ട്, ദേവാലയത്തിൽ പോകാറുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം വേണ്ടതുമാണ്. എന്നാൽ കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് എന്റെ മക്കൾ, സഹോദരനായാലും സഹോദരിയായാലും കുഞ്ഞുങ്ങളായാലും, നിങ്ങൾ വ്യക്തിപരമായിട്ട് കർത്താവിനോട് സംസാരിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും പ്രത്യേകമായിട്ട് അവന് മുൻപാകെ വന്ന് അവനോട് സംസാരിക്കണം, നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ധാരാളം പേർ പറയാറുണ്ട്, ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതുപോലെ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നവർ പറയാറുണ്ട്. അനേകം സഹോദരന്മാർ പറയാറുണ്ട്, എന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ ബ്രദർ എന്ന് ചോദിച്ചാൽ, അല്ലല്ല, എന്റെ ഭാര്യ നല്ലോണം പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, യേശുവിനോട് അവൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ അതിന് ശരിക്കുള്ള ഉത്തരമില്ല. അതിനെന്താണ് അർത്ഥം? തനിച്ചുള്ള പ്രാർത്ഥന ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. എന്നാൽ കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നോ, തനിച്ച് നാം ദൈവത്തിന് മുൻപാകെ വരണം, അവനുമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാവണം, ഐക്യത്തിലായിരിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു പിതാവ് പറഞ്ഞയച്ചിട്ട് ഈ ലോകത്തേക്ക് വന്നവനാണ്, ദൈവപുത്രനായിട്ട് ഈ ലോകത്ത് ജീവിച്ചവനാണ്. ബൈബിളിൽ നോക്കിയാൽ മത്തായി 14:23, മർക്കോസ് 1:35, ലൂക്കോസ് 6:12 ഈ വചനങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ പിതാവിനോടുകൂടെ അവൻ തനിച്ച് ഒരുപാട് സമയം ചിലവാക്കി. വൈകുന്നേരമായപ്പോൾ ഒറ്റയ്ക്ക് പിതാവിനോടൊപ്പം ഇരുന്നു, രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പോയി വനാന്തരങ്ങളിലേക്ക് പോയി കർത്താവിനോട്, പിതാവിനോട് അവൻ സംസാരിച്ചു. ദൈവപുത്രനായി ഈ ലോകത്ത് അവതരിച്ചിട്ട് പോലും പിതാവുമായിട്ടുണ്ടായിരുന്ന ആ ഐക്യം അവൻ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നു. അധികം നേരം പിതാവുമായി ചിലവാക്കാൻ അവൻ പരിശ്രമിച്ചു. അപ്പോൾ യേശു എന്താണ് പറയുന്നതെന്നോ, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ പിതാവ് സമ്മതിക്കുകയില്ല, ഞാൻ എപ്പോഴും പിതാവിന്റെ കൂടെയാണുള്ളത് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ പിതാവും യേശുക്രിസ്തുവും തമ്മിലുള്ള ഐക്യം എന്താണെന്ന് കണ്ടില്ലേ?
അതേപോലെ അവന്റെ കൂടെ 3 വർഷം അവന്റെ കൂടെ തന്നെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്ത് കൂടെ ഉണ്ടും ഉറങ്ങിയും അങ്ങനെയൊക്കെ ജീവിച്ച ശിഷ്യന്മാർ പോലും യേശുവിന്റെ അടുക്കലേക്ക് തനിച്ചു വന്ന് തങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു തവണ ഒരു പിശാച് അവരെ വിരട്ടി ഓടിച്ചിട്ടും പോയില്ല. അപ്പോൾ അവർക്കാകെ സംശയമായി. യേശു ഒറ്റയ്ക്കിരുന്നപ്പോൾ അവന്റെ അടുത്തേക്ക് വരുന്നു. തനിച്ചു വന്ന് എന്തുകൊണ്ടാണ് ആ പിശാചിനെ ഞങ്ങൾക്ക് വിരട്ടി ഓടിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നു. അവൻ ഇങ്ങനെയുള്ള പിശാച് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അല്ലാതെ മറ്റൊരു വിധത്തിലും വിട്ടൊഴിഞ്ഞു പോവുകയില്ല എന്ന് അവർക്ക് ഉപദേശം നൽകുന്നു. അതുപോലെ ബൈബിളിൽ മത്തായി 23-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നു, അവിടെ ശിഷ്യന്മാർ തനിച്ചു വരികയാണ്. കർത്താവെ, അങ്ങയുടെ തിരിച്ചുവരവിനും ഈ ലോകാവസാനത്തിനും എന്താണ് അടയാളം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് ധാരാളം കാര്യങ്ങൾ ആ അധ്യായത്തിൽ പറയുന്നതായി നാം കാണുന്നു. ഇങ്ങനെ തനിച്ച് ദൈവം മുൻപാകെ വരുമ്പോഴാണ് കർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും ആ പിതാവിനോട് ഫ്രീ ആയി സംസാരിക്കാം. അതിന് തനിച്ചുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായി ജീവിക്കണമെങ്കിൽ, ഈ പാപം നിറഞ്ഞ ലോകത്ത് പരിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ തനിച്ചുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. കൂട്ടപ്രാർത്ഥന വേണം, അതുപോലെ കുടുംബ പ്രാർത്ഥന വേണം. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധിയോടെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ തനിച്ചുള്ള പ്രാർത്ഥന ദൈവം മുൻപാകെ തനിച്ച് പ്രാർത്ഥിക്കണം. വേദവചനങ്ങൾ നാം വായിച്ച് ധ്യാനിച്ച് അതിനായി സ്വയം സമർപ്പിക്കുമ്പോഴാണ് കർത്താവ് നമ്മോട് സംസാരിച്ച് നമ്മെ ശരിയായ പാതയിലൂടെ നയിക്കുന്നത്. ഈ തനിച്ചുള്ള പ്രാർത്ഥന എത്ര മേന്മയുള്ള അനുഗ്രഹമാണ് കൊണ്ടുവരുന്നതെന്നറിയാമോ? നിങ്ങൾ ഇതുവരെ തനിച്ചുള്ള പ്രാർത്ഥന നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചെയ്യേണ്ടതാണ്. തനിച്ചുള്ള പ്രാർത്ഥന എന്നത് ഒന്നാമതായി നമ്മെ പരിശോധിച്ചു നോക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്നത്, ആ ആത്മാവിനെ കളങ്കമാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം പാപകാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുണ്ട്. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഓരോ ക്ഷണവും നമ്മെ എങ്ങനെയെങ്കിലും കുരുക്കിലാക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ആശയക്കുഴപ്പത്തിലാക്കി നമ്മെ കർത്താവിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി അനേകം കാര്യങ്ങൾ നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പുറത്തു പോകുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ അഴുക്ക് പറ്റിയിരിക്കുന്നു. നമ്മൾ ചെളിയിൽ കിടന്ന് ഉരുളുന്നുണ്ടോ, അതോ മണ്ണിൽ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുപ്പയൊക്കെ എടുത്ത് നമ്മുടെ മേത്തിടുന്നുണ്ടോ? ഇല്ല. ഇത് കുപ്പ നിറഞ്ഞ ലോകമാണ്. വായുവിൽ കുപ്പ നിറഞ്ഞിരിക്കുകയാണ്. പുറത്തു പോകുമ്പോൾ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ ഡ്രസ്സിൽ മുഴുവൻ അഴുക്കായിരിക്കും. അപ്പോൾ ഇവരായിട്ട് പോയി അഴുക്കിൽ കിടന്ന് ഉരുളുന്നൊന്നുമില്ല. അഴുക്ക് അവരുടെ മേൽ പറ്റിപ്പിടിക്കുന്നു. അതേപോലെ പാപം നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നാം ഒറ്റയ്ക്ക് ദൈവം മുൻപാകെ ചെല്ലുമ്പോൾ നമ്മുടെ കുറവുകളെയും ഉള്ളിലുള്ള മലിനമായ കാര്യങ്ങളെയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി കാണിക്കും. അപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിന് മുൻപാകെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധിയോടെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ സാധിക്കും. അതിന് തനിച്ചുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. സ്വയം പരിശോധിക്കുന്നതാണ് തനിച്ചുള്ള പ്രാർത്ഥന. രണ്ടാമതായി, തനിച്ചുള്ള പ്രാർത്ഥന സ്വയം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27-ാം വചനത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ യാക്കോബ് അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സഹോദരനെ വഞ്ചിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, സ്വന്തം പിതാവിനെ പറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല തെറ്റുകളും അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവനിൽ പേടിച്ച് അവൻ ദൈവം മുൻപാകെ വരുന്നു. ഒറ്റയ്ക്കാണ് വരുന്നത്. അതായത് 32-ാം അധ്യായത്തിൽ അവൻ ഒറ്റയ്ക്കാണ് ദൈവം മുൻപാകെ വന്നത് എന്ന് പറയുന്നു. ഭാര്യയെയും മക്കളെയും ആടുമാടുകളെയും എല്ലാം ഒതുക്കി വെച്ചിട്ട് ദൈവം മുൻപാകെ ഒറ്റയ്ക്കാണ് അവൻ വന്നത്. അപ്പോഴവന് തോന്നി, അയ്യോ, ഞാൻ നീചനാണ് കർത്താവേ, ഞാൻ നീചനാണ്, ഞാൻ പാപിയാണ്, പറ്റിക്കുന്നവനാണ്, വഞ്ചിക്കുന്നവനാണെന്ന് ബോധ്യപ്പെട്ട് ആ പാപം അവൻ ഏറ്റുപറയുന്നു. കർത്താവ് ചോദിക്കുന്നു, നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, ഞാൻ യാക്കോബാണ് കർത്താവേ, ഞാൻ നീചനാണ് കർത്താവേ, കബളിപ്പിക്കുന്നവനാണ് കർത്താവേ, വഞ്ചിക്കുന്നവനാണ്. തന്റെ പാപം അവൻ ഏറ്റുപറയുന്നു. അങ്ങനെ സ്വയം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് തനിച്ചുള്ള പ്രാർത്ഥന. അതേപോലെ മൂന്നാമതായി, പുതിയതായി മാറ്റുന്ന പ്രാർത്ഥനയാണ് തനിച്ചുള്ള പ്രാർത്ഥന. നമ്മൾ തന്നെ നമ്മുടെ പാപജീവിതത്തെ കഴുകി നമ്മെ പരിശുദ്ധമാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് തനിച്ചുള്ള പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 32-28 നമ്മൾ വായിച്ചു നോക്കിയാൽ അത്രത്തോളം നീചനായിരുന്ന, പറ്റിക്കുന്നവനായി വഞ്ചിക്കുന്നവനായിരുന്ന യാക്കോബിനെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് അവനെ പുതിയതായി അനുഗ്രഹിക്കുന്നു. ഇതുവരെ വഞ്ചിക്കുന്നവനായി പെരുമാറിയിരുന്ന യാക്കോബിനെ ദേവപ്രഭുവായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി പുതിയതായി അവനെ മാറ്റുകയാണ്. അവന്റെ പഴയ ജീവിതവും പുതിയ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു പുതിയ ജീവിതം അവന് നൽകുന്നു, പുതിയ പേര് നൽകുന്നു.
ഇന്നേ വരെ ഇസ്രയേൽ എന്ന രാജ്യത്തിന് തുല്യമായി മറ്റൊന്നും തന്നെയില്ല. ജ്ഞാനം, അറിവ്, കണ്ടുപിടുത്തങ്ങൾ. അപ്പോ കർത്താവിന്റെ അനുഗ്രഹമാണത്. അവനെ പുതിയതായി മാറ്റുകയായിരുന്നു കർത്താവ്. മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടിരുന്നവനെ ഒരു പുതിയ രീതിയിൽ, ഒരു പുതിയ മനുഷ്യനായി മാറ്റി. തനിച്ചുള്ള പ്രാർത്ഥന എന്നത് പുതിയതായി നമ്മെ മാറ്റുന്ന ഒരനുഭവം നിറഞ്ഞതാണ് തനിച്ചുള്ള പ്രാർത്ഥന. അടുത്തതായി അനുഗ്രഹം സ്വീകരിക്കുന്നതാണ് തനിച്ചുള്ള പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 32:29 നമ്മൾ വായിച്ചാൽ, യാക്കോബ് അവനോട്, നിന്റെ പേരെനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവനെ അനുഗ്രഹിക്കുകയാണ്. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങെന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ പോകാൻ അനുവദിക്കുകയില്ല എന്ന് വാശിയോടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കർത്താവ് അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചത്. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന തനിച്ചുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന് മുൻപാകെ ചെന്ന് അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും അതിശയങ്ങളെയും സ്വന്തമാക്കുന്ന പ്രാർത്ഥനയാണ് തനിച്ചുള്ള പ്രാർത്ഥന. തനിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നറിയാമോ? ഇന്ന് അനേകം പേർ കർത്താവിന് മുൻപാകെ ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുകയാണ്. തനിച്ചുപോയി ഇരിക്കാൻ പ്രയാസപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. കുറച്ചുനേരം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഈ പരിപാടി കാണുന്ന ആരായിരുന്നാലും തനിച്ചുള്ള പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. കർത്താവിനോടൊത്ത് തനിച്ചിരിക്കുന്ന പ്രാർത്ഥന, കുടുംബത്തോടെയുള്ള പ്രാർത്ഥനയല്ല. അതും നമുക്ക് ആവശ്യമാണ്. പക്ഷേ തനിച്ച് നിങ്ങൾ ദൈവം മുൻപാകെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ എങ്ങനെയുള്ളവരാണ്, നിങ്ങൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നിങ്ങളെ സമർപ്പിക്കാൻ കഴിയൂ. നമ്മെ പരിശോധിച്ചു നോക്കാൻ കഴിയൂ. അനുഗ്രഹം നേടാൻ കഴിയൂ. അപ്പോൾ തനിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? തീർച്ചയായും നിങ്ങളത് മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. പല കഷ്ടപ്പാടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. നിങ്ങൾ വരിക, ദൈവം മുൻപാകെ തനിച്ച് ചെല്ലുക. ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവിന് മുൻപാകെ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലും, കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് തനിച്ചു പോയി നിങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ്, കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് സമാധാനം തരണേ, കുടുംബത്തെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കണേ, അപേക്ഷിക്കൂ. കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. തനിച്ചുള്ള പ്രാർത്ഥനയ്ക്കായി ഈ പ്രാർത്ഥന സമയത്ത് നിങ്ങളെ സ്വയം സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ. പ്രിയപ്പെട്ട ഈ മക്കളോട് അങ്ങിന്ന് സംസാരിച്ചിരിക്കുന്നു യേശുവേ. തനിച്ചുള്ള പ്രാർത്ഥനയുടെ മഹത്വത്തെക്കുറിച്ച് അങ്ങിന്ന് ഇവരോട് സംസാരിച്ച് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവേ. ഈ വചനത്തിന് കീഴടങ്ങി തനിച്ചുള്ള പ്രാർത്ഥനയ്ക്കായി സമ്മതിച്ച് സ്വയം സമർപ്പിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ. ദുഷ്ടനായ പിശാച് അവർ തനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തടസ്സപ്പെടുത്താനേ പാടില്ല. ബലഹീനതകളെ കൊണ്ടുവരരുത്. ചിന്തകളിൽ നിന്നും ശ്രദ്ധ തിരിക്കരുത്. ആ പ്രവൃത്തികളെല്ലാം ഇപ്പോൾ തന്നെ ബന്ധിക്കുമാറാകട്ടെ. തനിച്ച് ദൈവം മുൻപാകെ വന്ന് സ്വയം പരിശോധിച്ചു നോക്കി സ്വയം സമർപ്പിച്ച്, കർത്താവെ, ഇന്നിവരൊരു പുതിയ ജീവിതത്തിനായി സ്വയം സമർപ്പിച്ച് പുതിയ പുരുഷനായി, പുതിയ സ്ത്രീയായി മാറ്റി കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി കർത്താവ് ഈ മക്കളെ സഹായിക്കണമേ. ഓരോ സഹോദരനെയും സഹായിക്കണമേ. ഓരോ സഹോദരിയെയും അങ്ങ് സഹായിക്കണമേ. എല്ലാ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. ഒറ്റയ്ക്ക് ദൈവം മുൻപാകെ വന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അങ്ങയുടെ പ്രതിരൂപത്തിൽ തൃപ്തിയോടെ അങ്ങിൽ നിന്നും വരുന്ന ഉന്നതമായ ആ അനുഗ്രഹം സ്വന്തമാക്കുന്നതിനായി കർത്താവ് ഇന്ന് തന്നെ ഇവരെ സഹായിക്കണമേ. കർത്താവെ, വ്യക്തിപരമായിട്ട് അങ്ങയും അവരും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്ന ശത്രുവിന്റെ എല്ലാ പ്രവൃത്തികളും ഇന്ന് നശിക്കട്ടെ. ഈ മക്കൾ ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈ മക്കളെ സഹായിക്കണമേ. എനിക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ കഷ്ടപ്പെടുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്ന ഈ മക്കളെ അങ്ങ് സഹായിക്കണേ, ആശ്രയം നൽകണേ. ഇന്ന് അങ്ങയുടെ മുൻപാകെ വന്ന് പ്രാർത്ഥിക്കാൻ ഇവർക്ക് കൃപ നൽകണേ യേശുവേ, ശക്തി നൽകണേ യേശുവേ. സാത്താന്റെ പ്രവൃത്തികളെല്ലാം നശിക്കട്ടെ. അങ്ങ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായി, ഇന്നു തൊട്ടിവർ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നതിനായി, ഒറ്റയ്ക്ക് അങ്ങയുടെ മുൻപാകെ വന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് കർത്താവിൽ ആശ്രയിക്കുവാൻ സഹായിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങയിൽ അർപ്പിക്കുകയാണ്. രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റ് ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. നിങ്ങളുടെ പരിചയക്കാരോടും ഇതിനെക്കുറിച്ച് പറയുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact
Jesus Redeems Ministries, Nalamavadi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.